പുതിയ രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ച PV അൻവർ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി രൂപീകരിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, നിലമ്പൂരിൽ പോര് മുറുകുകയാണ്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. PV അൻവർ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി രൂപീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ. ഇന്നലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച PV അൻവർ ഇന്ന് പുതിയൊരു മുന്നണിക്ക് കൂടെ രൂപം നൽകിയിരിക്കുകയാണ്. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്നാണ് ഇതിൻ്റെ പേര്. തൃണമൂൽ കോൺഗ്രസ് ആണ് ഇതിൻ്റെ നേതൃനിരയിൽ ഉള്ളത്. എന്നാൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഈ പുതിയ മുന്നണിയിലുണ്ട് എന്നുള്ള വിവരം ഇതുവരെയായും പുറത്തുവിട്ടിട്ടില്ല. കേരളത്തിലെ എല്ലായിടങ്ങളിലും ഈ മുന്നണി പ്രവർത്തിച്ചു തുടങ്ങും എന്നാണ് അൻവറുമായി അടുപ്പമുള്ളവർ പറയുന്നത്. കാരണം LDFനും UDFനും NDAയ്ക്കുമെതിരെ സമാന്തരമായൊരു മുന്നണി അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, സാധാരണ മലയോര മേഖല കർഷകരുടെ പ്രശ്നങ്ങൾ, ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ ആളുകളുടെ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ അധികൃതരുടെ മുന്നിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നണിക്ക് രൂപം നൽകിയതെന്നാണ് അൻവറുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. എന്തായാലും മുന്നണിയുടെ പ്രവർത്തനം ഇന്ന് തന്നെ തുടങ്ങിക്കഴിയും. അല്പസമയത്തിൽ തന്നെ അൻവർ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് പ്രചരണ പരിപാടികളിൽ സജീവമാകും എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം NDAയുടെ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് അല്പസമയത്തിൽ തന്നെ പത്രിക സമർപ്പിക്കും. അതോടുകൂടി തന്നെ പ്രചരണങ്ങൾക്ക് തുടക്കമാവുകയും ചെയ്യും. UDF കൺവെൻഷൻ ഇന്നാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മുതിർന്ന AICC നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ നിലമ്പൂരേക്ക് വരുന്നുണ്ട്. ഒപ്പം UDF യോഗവും ഇന്ന് ചേരും. പ്രധാനമായും UDF യോഗം ചേരുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിലയിരുത്താനും ഒപ്പം അൻവറിൻ്റെ നീക്കങ്ങൾ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. അൻവറിൻ്റെ UDF പ്രവേശനം അടഞ്ഞ അധ്യായം എന്ന UDF കൺവീനറും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഒരു സ്ഥിരതയില്ലാത്ത നിലപാടുകളാണ് പലപ്പോഴും അൻവർ രാഷ്ട്രീയപരമായി സ്വീകരിച്ചു വരുന്നത്. അത്തരം നിലപാടുകൾ അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ UDFിലേക്ക് കൊണ്ടുവരുന്നതിനോട് UDFിലെ പല ഘടകകക്ഷികൾക്കും താല്പര്യവുമില്ല. ഇന്നലെയൊക്കെ പുറത്തു വന്നിരുന്നത് മുസ്ലിം ലീഗിന് വലിയ തരത്തിൽ ഉള്ള വിയോജിപ്പുണ്ട്, അൻവറിൻ്റെ ഒപ്പം കൂട്ടാത്തതിലെന്നായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ എല്ലാ ഘടകകക്ഷികളും അൻവറിൻ്റെ നിലപാടിനോടുള്ള കടുത്ത വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. പല സമയങ്ങളിലും അൻവർ കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നാണ് UDF കൺവീനർ വ്യക്തമാക്കിയതും. എന്നാൽ വരും ദിവസങ്ങളിൽ UDFിൻ്റെ എല്ലാ നേതാക്കന്മാരെയും നിലമ്പൂരിൽ എത്തിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ തീരുമാനം. എല്ലാ മുന്നണി നേതാക്കന്മാരും ഇന്നത്തെ UDF കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും UDF യോഗം ചേരുക. നാളെ ചേരാനിരുന്ന യോഗമാണ് ഇന്ന് വൈകുന്നേരത്തേക്ക് മാറ്റിയത്. പുതിയ UDF കൺവീനർ വന്നതിന് ശേഷമുള്ള ആദ്യ യോഗം എന്ന പ്രത്യേകത കൂടിയുണ്ട്. മാത്രവുമല്ല UDF കൺവീനർ വന്നതിന് ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രണ്ട് മുന്നണികളും വലിയ തരത്തിലുള്ള പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കാരണം രണ്ട് മുന്നണികൾക്കും അഭിമാന പ്രശ്നം തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട നീക്കങ്ങൾ CPMും കോൺഗ്രസും തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ അവിടെ നിലമ്പൂരിലുണ്ട്. UDF കൺവീനർ അവിടെ ക്യാമ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് CPIMൻ്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും നടത്താനാണ് നിലവിലെ തീരുമാനം. അത്തരം തീരുമാനം ഏകദേശം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അൻവറിൻ്റെ പ്രവർത്തനങ്ങളും അൻവറിൻ്റെ നീക്കങ്ങളും ആണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും അൻവർ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് PV അൻവറിൻ്റെ അവകാശവാദം. ഒപ്പം പോത്തുകല്ലിൽ പ്രകൃതിക്ഷോഭമുണ്ടായ സമയത്ത് ഒരു മാസത്തോളം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചത് അദ്ദേഹത്തിന് വലിയ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയും PV അൻവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 20,000 വോട്ടെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനെതിരെയുള്ള ഒരു കടുത്ത വെല്ലുവിളിയായി അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ അൻവറിൻ്റെ ഇടപെടൽ കൊണ്ട് ഏതെങ്കിലും കാരണവശാൽ UDFനോ LDFനോ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൃത്യമായും അത് ഉപയോഗിക്കുന്നത് അൻവർ ആയിരിക്കും. അത്തരത്തിൽ അദ്ദേഹം വലിയ തരത്തിൽ ശബ്ദമുയർത്തുകയും ചെയ്യും. കാരണം രണ്ട് മുന്നണികളും ഒരുപോലെ അദ്ദേഹത്തെ ദ്രോഹിച്ചു എന്നാണ് PV അൻവർ ഇപ്പോൾ പറയുന്നത്. അതേസമയം LDF ഇതിനെ കാര്യമായിട്ട് കാണുന്നില്ല. ഇത് ഒരു UDF കോട്ടയല്ല. നേരത്തെ തന്നെ CPIMൻ്റെ സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യുന്ന കാര്യത്തിൽ CPIMനും ഒരു കൈ മുന്നിലാണ് എന്നുള്ള അവകാശവാദം CPIMും പറയുന്നുണ്ട്. എന്തായാലും മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും